ഞാനിപ്പോൾ ഈ തേയിലത്തോട്ടത്തിൻ്റെ ഉള്ളിൽ കൂടെ നടന്നു പോകുന്നത് പാടിയിലേക്കാണ് കേട്ടോ. ഈ പാടി എന്താണെന്ന് ചിലർക്കൊക്കെ അറിയുണ്ടാവും, ചിലർക്ക് അറിയുണ്ടാവില്ല. എനിക്കാദ്യം കല്യാണം കഴിഞ്ഞ് വന്ന സമയത്തൊന്നും എന്താ പാടിയെന്ന് അറിയുന്നുണ്ടായിരുന്നില്ല. ചിലരൊക്കെ വയനാട്ടിലെ ദുരന്തം വന്ന സമയത്തൊക്കെ ടി വിയിൽ ഇങ്ങനെ പറയുന്നത് കേട്ടിരിക്കാം. അങ്ങനെ ചിലർക്ക് അറിയുന്നുണ്ടായിരിക്കാം. എന്തായാലും ഇനി അങ്ങനത്തെ പ്രകൃതി ദുരന്തങ്ങളൊന്നും വരാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോൾ നമുക്ക് പാടിയിലേക്ക് പോവാം. ഇതെല്ലാം കാണാൻ നല്ല ഭംഗിയാണ്, നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളാണ് ഇവിടെ മൊത്തം ഉള്ളത്. ഈ തേയിലത്തോട്ടത്തിൻ്റെ നടുക്കിലാണ് പാടികൾ വരുന്നത്. ഇവിടുത്തെ ഈ പ്രകൃതിയുടെ സൗന്ദര്യം പോലെ തന്നെയാണ് ഇവിടുത്തെ ആളുകളും വരുന്നത്. ഫസ്റ്റൊക്കെ ഈ തേയിലത്തോട്ടത്തിൻ്റെ ഉള്ളിൽ കൂടെ നടക്കുമ്പോൾ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. വല്ല പാമ്പുണ്ടാവുമോ, അട്ട കടിക്കുമോ എന്നൊക്കെ. പിന്നെ ഈ അട്ട എന്നൊക്കെ പറഞ്ഞാൽ കേട്ടിട്ടേ ഉള്ളൂ, കണ്ടിട്ടും കടിച്ചിട്ടൊന്നുമില്ല. പിന്നെ ഒരു തവണ കടിച്ചപ്പോൾ അത് അറിയൊന്നുമില്ല, അടിച്ചു കഴിഞ്ഞാൽ അറിയൊന്നുമില്ല. പിന്നെ കാലിൽ കൂടെ ബ്ലഡ് വരുന്നൊക്കെ കണ്ടാലേ അറിയുള്ളൂ അട്ട കടിച്ചിട്ടുണ്ട്. അപ്പോഴായിരിക്കും നോക്കുക. അങ്ങനെ 2-3 പ്രാവശ്യം കടിച്ചപ്പോൾ പിന്നെ പേടിയൊന്നുമില്ല. ആദ്യമായിട്ട് അട്ട കടിക്കുമ്പോൾ എനിക്ക് വല്ല പാമ്പ് കടിച്ച ഫീലായിരുന്നു. അയ്യോ എന്നെ അട്ട കടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട്. കണ്ടോ, മേലെയാണ് റോഡ്. അവിടെ വണ്ടി നിർത്തിയിട്ട് നമ്മൾ ഇത്രയും ദൂരം നടന്നു വരിക ചെയ്തത്. അപ്പോൾ ഇത് പാടി എത്തി. ഇതാണ് പാടികൾ. ഇവിടുത്തെ നമ്മുടെ ക്വാർട്ടേഴ്സ് പോലെയാണ്. ഓരോരോ വീടുകളിൽ ഓരോരുത്തർ താമസിക്കുന്നുണ്ട്. ഇവിടെ എപ്പോഴും അത്യാവശ്യം നല്ല തണുപ്പായിരിക്കും. ഇവിടെ താമസിക്കുന്നവർക്ക് ഫാനും AC ഒന്നും വേണ്ട കേട്ടോ. നമുക്കതൊന്നും ചിന്തിക്കാൻ പോലും പറ്റാത്തൊരു കാര്യമാണ്. നമ്മൾ മലപ്പുറം, കോഴിക്കോട്, തൃശ്ശൂരുള്ളവരൊക്കെ ഫാനില്ലാതെ ഈ സമ്മർ സീസണിലൊക്കെ കിടന്നുറങ്ങുന്നത് ചിന്തിച്ച് നോക്കിയാൽ മനസ്സിലാവും. ആ ഒറ്റ കാര്യത്തിലാണ് നമുക്ക് വയനാട്ടുകാരോട് അസൂയ വേണ്ടത്. നല്ല സുഖമായി കിടന്നുറങ്ങാൻ രാത്രി. ഇനി കൂടുതലായി പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. ഇതിൻ്റെ ബാക്കി അടുത്ത വീഡിയോയിൽ കാണാം.